അറബി വ്യാകരണം ദർസ് 8 അന്നഹ്വുൽ വാദിഹ്. അൽ ജുംലത്തുൽ ഇസ്മിയ്യത്തു, ഇസ്മ് അഥവാ നാമം നൗൺ കൊണ്ട് തുടങ്ങുന്ന ജുംല സെൻറ്റൻസ്. അൽ ജുംലത്തുൽ ഇസ്മിയ്യത്തു. അൽ അംസിലത്തു, ഉദാഹരണങ്ങൾ. അദ്ദാറു വാസിഅത്തുൻ, വീട് വിശാലമാണ്. അൽ ജവ്വു മുഅ്തദിലുൻ, അന്തരീക്ഷം മിതമാണ്. മുഅ്തദിൽ കുഴപ്പമില്ലാത്ത അവസ്ഥ. അഴ്ത്തിദാലിൽ നിൽക്കാന്നൊക്കെ പറയുന്നത് നേരെ ചൊവ്വേ. അൽ ഗുബാറു സായിറുൻ, പൊടി പാറുന്നതാണ്. അശ്ശാരിഉ മുസ്ദഹിമുൻ, അശ്ശാരിഅ റോഡ്, വീഥി, റോഡ് തിരക്കുള്ളതാണ്. അത്വരീഖു ദയ്യിഖത്തുൻ, അത്വരീഖു വഴി, വഴി ഇടുങ്ങിയതാണ്. അൽ ഫഅറത്തു മുഖ്തബിഅത്തുൻ, ഫഅറത്ത് എലി, എലി ഒളിഞ്ഞിരിക്കുന്നതാണ്. മുഖ്തബിഅത്തുൻ. അൽ ബഹ്സ്, ബഹ്സ്. അൽ അംസിലത്തു സാബിഖത്തു കുല്ലുഹാ ജുമലുൻ മുഫീദത്തുൻ. ഈ മുൻകഴിഞ്ഞ ഉദാഹരണങ്ങളൊക്കെ എല്ലാം ജുംലത്തുൻ മുഫീദയാണ്, ജുംലകളാണ് മുഫീദത്തായിട്ടുള്ള. കുല്ലു വാഹിദത്തിൻ മിൻഹ, അതിൽ ഓരോന്നും മുറക്കബത്തുൻ മിൻ ഇസ്മൈൻ, ഇസ്മൈനി രണ്ട് ഇസ്മുകളാൽ രൂപപ്പെട്ടതാണ്. അവലുഹുമാ മുബത്തദഉൻ, അതിൽ ആദ്യത്തത് മുബത്തദാണ്, നേരത്തെ പഠിച്ച തുടങ്ങുന്ന ഇസ്മ്. വസ്സാനി ഖബറുൻ, അതിനെപ്പറ്റി വിവരം ഖബർ പറയുന്ന ഇസ്മാണ്. അടുത്തത് രണ്ടാമത്തത് ഖബറാണ്. വലി അന്ന കുല്ല ജുംലത്തിൻ മിൻ ഹാദിഹിൽ ജുമലി, ഈ ജുംലകളിൽ പെട്ട ഓരോ ജുംലയും ആയതിനാൽ മബ്ദൂഅത്തുൻ ബി ഇസ്മിൻ, ഒരു ഇസ്മ കൊണ്ട്, ഒരു നാമം കൊണ്ട് തുടങ്ങപ്പെടുന്നതായതിനാൽ തുസമ്മ പറയപ്പെടും ജുംലത്തൻ ഇസ്മിയത്തൻ, ജുംലത്തൻ ഇസ്മിയ എന്ന് പറയും. ജുംലത്തുൻ ഇസ്മിയ എന്ന് അതിന് പേര് പറയും. അൽ ഖവായിദ്, ഇതിൻ്റെ റൂള് പറയാം. കുല്ലു ജുംലത്തിൻ തതറക്കബു മിൻ മുബ്തദഇൻ വ ഖബറിൻ തുസമ്മ ജുംലത്തൻ ഇസ്മിയത്തൻ. കുല്ലു ജുംലത്തിൻ, എല്ലാ ജുംലയും, എല്ലാ സെൻറ്റൻസും, തതറക്കബു മിൻ മുബ്തദഇൻ വ ഖബറിൻ, ഒരു മുബ്തദ കൊണ്ടും ഖബർ കൊണ്ടും രൂപപ്പെടുന്ന, ഒരു മുബ്തദഇനാലും ഖബറിനാലും രൂപപ്പെടുന്ന, തുസമ്മ പേര് വെക്കപ്പെടും, പറയപ്പെടും ജുംലത്തൻ ഇസ്മിയത്തൻ, ജുംലത്തുൻ ഇസ്മിയ എന്ന്. അപ്പോൾ ഒരു മുബ്തദ കൊണ്ടും ഖബർ കൊണ്ടും രൂപപ്പെടുന്ന ജുംലയെ ജുംലത്തുൻ ഇസ്മിയ എന്ന് പറയും. ഇസ്മു കൊണ്ടാണ് തുടങ്ങുക, കാരണം മുബ്തദയും ഖബറുമായ സെൻറ്റൻസ് ജുംല എന്ന് പറയുന്നത് ഇസ്മു കൊണ്ടായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. മനസ്സിലായോ? തൊട്ട് മുമ്പ് പറഞ്ഞ് ജുംലത്തുൻ ഫിഅലിയാണ്, ഫിഅലിയായ ജുംലയാണ്, ഫിഅലി കൊണ്ട് തുടങ്ങുന്നത്. ഇപ്പോൾ ദഹബൽ ഖിത്താറു, തീവണ്ടി പോയി, ദഹബ പോയി അല്ലേ. അപ്പോൾ പോയി എന്ന് ദഹബ എന്ന് പറഞ്ഞാൽ തുടങ്ങിയത് അത് ജുംലത്തുൽ ഫിഅലിയാണ്. ഇനി ഇതിൻ്റെ തംരീൻ, എക്സസൈസ്, അഭ്യാസം. ഒന്ന് അത് അലിഫ്. കവ്വിൻ ജുമലൻ ഇസ്മിയത്തൻ ബി വദ്ഇ അഖ്ബാരിൻ ലിൽ മുബ്തദആത്തിൽ ആതിയത്തി. കവ്വിൻ രൂപപ്പെടുത്തുക, ഉണ്ടാക്കുക. ജുമലൻ ഇസ്മിയത്തൻ ഇസ്മിയായ ജുംലകൾ, ബി വദ്ഇൻ വെച്ചുകൊണ്ട്, അഖ്ബാരിൻ ഖബറുകളെ, ലിൽ മുബ്തദആത്തിൽ ആതിയത്തി താഴെ പറയുന്ന മുബ്തദഉകൾക്ക്. ഇപ്പോൾ താഴെ പറയുന്നത് മുബ്തദ ആയിട്ടില്ല, നമ്മൾ മുബ്തദ ആക്കണം. ഇപ്പോൾ അത് വെറുതെ ഒരു അതിൻ്റെ ഇസ്മു മാത്രമേ ഉള്ളൂ. അങ്ങനെ അതിനെ മുബ്തദ ആക്കിയിട്ട് വേറെ ഖബർ വെച്ചിട്ട്, സൂട്ടബിളായ ഖബർ വെച്ചിട്ട് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കണം. അന്നഖ്ലത്തു, അപ്പോൾ വാക്കുകൾ ഞാൻ വായിക്കുന്നില്ല, ആ വാക്കുകൾ വെച്ചിട്ട് ആദ്യത്തെ വാക്കുകൾ മുബത്തതാക്കിയിട്ട്, തന്നിരിക്കുന്ന വാക്കുകൾ മുബത്തതാക്കിയിട്ട് സൂട്ടബിളായ, അനുയോജ്യ, മുനാസബത്തായിട്ടുള്ള ഖബർ വെക്കണം. ജവാബ്: അന്നഖ്ലത്തു മുസ്മിറത്തുൻ, ഈത്തപ്പന ഫലം കായ്ക്കുന്നതാണ്. അൽ മദ്രസത്തു നദീഫത്തുൻ, സ്കൂൾ, മദ്രസ വൃത്തിയുള്ളതാണ്. അസ്സൗബു ജദീദുൻ, വസ്ത്രം പുതിയതാണ്. അൽ ഹിദാഉ മുരീഹുൻ, ഷൂ തൃപ്തികരമാണ്, അല്ലെങ്കിൽ റാഹത്തുള്ളത് എന്നുള്ളതാണ് മുരീഹ എന്നാൽ. അതിട്ടാലേ ഒരു സുഖമുണ്ട്, അങ്ങനത്തെ ഷൂ ആണെങ്കിലാണ് മുരീഹ് എന്ന് പറയും, റാഹത്തുള്ളത്. അൽ ജമലു സ്വാബിറുൻ, ഒട്ടകം ക്ഷമയുള്ളതാണ്. അൽ ജമലു, ജമലാണ് ക്യാമൽ, ക്യാമൽ എന്നുള്ള വാക്ക് അറബി വാക്കാണ്, ജമൽ എന്നുള്ളത്. ഇംഗ്ലീഷിൽ ഇത് ക്യാമൽ എന്നാണ്. അൽ ഫീലു ദഹ്മുൻ, അൽ ഫീലു ആന, ദഹ്മുൻ വലിയതാണ്, ഭീമമായതാണ്, അല്ലെങ്കിൽ ഭീമാകാരമാണ്. അസ്സുഅബാനു സാമുൻ, അസ്സുഅബാനു സർപ്പം, സർപ്പൻറ്റ്
സ്നേക്ക് എന്താണ്? സാമുൻ, സുമ്മുള്ളതാണ്. സുമ്മറ വിഷം, പോയ്സൺ. സാമിമുൻ എന്നാണ് ശരിക്ക്. ഫായിലുൻ, നാസിറുൻ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഫായിലുൻ എന്നുള്ള വസന് സാമിമുൻ എന്നുള്ളതാണ് സാമുൻ ആയത്. മനസ്സിലായ? അൽ ഖാദിമു അമീനുൻ. അൽ ഖാദിമു ഖിദ്മത്ത് ചെയ്യുന്ന ആളാണ് ഖാദിം, വേലക്കാരൻ, സെർവൻറ്റ്. അമീനുൻ വിശ്വസ്തനാണ്, ട്രസ്റ്റ് വർത്തിയാണ്, ഓണസ്റ്റ് പേഴ്സൺ. അപ്പോൾ ഇനി അതിലെ ബാ, ആ തമ്രീനിൽ അലിഫും ബാവും ഉണ്ട്. ഇനി ബാ. കവ്വിൻ ജുമലൻ ഇസ്മിയത്തൻ ബി വദഇ മുബ്തദആത്തിൻ ലിൽ അഖ്ബാരിൽ ആതിയത്തി. താഴെ പറയുന്ന ഖബറുകൾക്ക് മുബ്തദകൾ വെച്ചുകൊണ്ട് ജുംലത്തുൻ ഇസ്മിയ ഉണ്ടാക്കാനാണ്. അപ്പോൾ വാക്കുകൾ നോക്കുക, അത് വായിക്കേണ്ട ആവശ്യമില്ല. വാക്കുകൾ ഖബറായിട്ട് വരുന്നതൊക്കെ ഈ ഇതിൽ കൊടുത്തിരിക്കുന്ന വാക്കുകളെ ഖബറാക്കിയിട്ടാണ് നമ്മൾ ജുംല പറയുന്നത് കേട്ടോ. ഹെൽവൻ എന്ന് കൊടുത്തിട്ടുണ്ട്, മധുരമുള്ള, സ്വീറ്റ്. അപ്പോൾ അൽ അസലു ഹെൽവൻ. അപ്പോൾ ഹെൽവൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇസ്മ എടുക്കാൻ പറ്റില്ല, മധുരമുള്ള സാധനം തന്നെയാണ് മുമ്പത്തായിട്ട് കൊടുക്കേണ്ടത്. അൽ അസലു ഹെൽവൻ. അസല് തേൻ, ഹെൽവാണ് മധുരമുള്ളതാണ്. അതിന് ഹൽവ എന്നുള്ള വാക്ക് കേട്ടോ, ഹൽവ, അതൊക്കെ അറബി പദമാണ്. അൽ ഹല്ലു മുറുൻ. അൽ ഹല്ലു, ഹല്ല് എന്ന് പറഞ്ഞാൽ സുർക്ക, മുറുൻ കയ്പുള്ളതാണ്, ഇപ്പം ഒരു പുളിപ്പും അങ്ങനത്തെ പറയും. അൽ കുറത്തു മുസ്തദീറത്തുൻ. കുറത്ത് പന്ത്, മുസ്തദീറത്തുൻ റൗണ്ട്, റൗണ്ടാണ്, വട്ടത്തിലുള്ളതിനാണ് മുസ്തദീറത്താണ്. അൽ അർദു മുസ്തദീറത്തുൻ എന്ന് പറയും, ഭൂമി ഉരുണ്ടതാണ്. കുറത്ത് പന്ത് ഉരുണ്ടതാണ്. അൽ ജിസ്റു തൊവീലുൻ. അപ്പോൾ തൊവീൽ എന്നുള്ള വാക്കാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ സ്യൂട്ടബിളായിട്ടുള്ള പിന്നെ മുപ്പത്താണ് വെക്കേണ്ടത്. അൽ ജിസ്റു പാലം. പാലം നീണ്ടതാണ്, നീളമുള്ളതാണ്. വേണമെങ്കിൽ വേറെ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ അൽ ഹൈത്തു തൊവീലുൻ. അൽ ഹൈത്തു നൂല്, നൂല് നീളമുള്ളതാണ് എന്ന് പറയാം. അൽ ഫറസു സരിയുൻ. അൽ ഫറസു കുതിര, സരിയുൻ വേഗതയുള്ളതാണ്. അൽ ഖിത്താറു സരിയുൻ എന്ന് പറയാം. മനസ്സിലായില്ലേ? അൽ വർദു ജമീലുൻ. റോസ് ബ്യൂട്ടിഫുൾ ആണ്, ഭംഗിയുള്ളതാണ്. അൽ അസദു മുഫ്തരിസുൻ. സിംഹം. മുഫ്തരിസുൻ എന്ന് പറഞ്ഞാൽ ഈ ഇരയെ ഭക്ഷിക്കുന്നതാണ്. അത്തിഫുലു ഖായിഫുൻ. അത്തിഫുലു കുട്ടി. ഖായിഫുൻ പേടിയുള്ളതാണ്, പേടിയുള്ളവനാണ്. അൽ വലതു ഖായിഫുൻ എന്ന് പറയാം. ശരിയല്ലേ? അശംസു മുഷ്രിഖത്തുൻ. സൂര്യൻ ഉദിക്കുന്നതാണ്, മുഷ്രിഖത്തുൻ. വേറെ നമ്മൾ പഠിച്ചിട്ട് അശംസു ത്വാലിഅത്തുൻ അല്ലേ? ത്വാലിഅത്തുൻ എന്ന് പറഞ്ഞാലും മുഷ്രിഖത്തുൻ എന്ന് പറഞ്ഞാലും ഒരർത്ഥമാണ്. അൽ ഗുർഫത്തു മുദ്ലിമത്തുൻ. അൽ ഗുർഫത്തു റൂം, മുറി. മുദ്ലിമത്തുൻ ഇരുട്ടുള്ളതാണ്. വലാം ഇരുട്ട്, നൂറ് പ്രകാശം. അൽ ജിദാറു ജാഫുൻ. അൽ ജിദാറു മതിൽ, ജാഫുൻ വരണ്ടതാണ്. അൽ മാ ഉ ബാരിദുൻ. വെള്ളം തണുത്തതാണ്, കോൾഡ്. അപ്പോൾ ദ വാട്ടർ ഈസ് കോൾഡ്, വാട്ടർ ഈസ് കോൾഡ് എന്നൊക്കെ പറയാം. തംരീൻ 2. കവ്വിൻ മിനൽ കലിമാത്തിൽ ആതിയത്തി ജുമലൻ ഇസ്മിയത്തൻ തതഅല്ലഫു കുല്ലും മിൻഹാ മിൻ മുബ്തദഇൻ വ ഖബറിൻ. കവ്വിൻ രൂപപ്പെടുത്തുക. മിനൽ കലിമാത്തിൽ ആതിയത്തി താഴെ തന്നിരിക്കുന്ന പദങ്ങളിൽ, കലിമത്തുകളിൽ നിന്ന് ജുമലൻ ഇസ്മിയത്തൻ ഇസ്മിയായ ജുംലുകളെ തതഅല്ലഫു കുല്ലം മിൻഹാ, തതഅല്ലഫു കുല്ലും മിൻഹാ മിൻ മുബ്തദഇൻ വ ഖബറിൻ. ഒരു മുബ്തദ കൊണ്ടും ഖബർ കൊണ്ടും രൂപപ്പെടുന്ന. അപ്പോൾ ഇവിടെ വാക്കുകൾ തന്നിട്ടുണ്ട്, അതിന് നമ്മൾ എന്ത് ചെയ്യണം? ജുംലാക്കണം. മുബ്തദ ഖബറുള്ള ജുംലാക്കണം. അപ്പോൾ ജുംലത്തുൻ ഇസ്മിയായി. ശരിയല്ലേ? അസൗബും തന്നിട്ടുണ്ട്. അസൗബ് വെച്ചിട്ട് അസൗബു മുമസ്സഖുൻ, വസ്ത്രം കീറിയതാണ്. അൽ മൈദാനു. അൽ മൈദാനു മൈദാനം. മൈദാനം എന്ന അറബി വാക്കാണ്. മൈദാനം എന്നാണ് മലയാളത്തിൽ പറയുമെങ്കിലും മൈദാൻ എന്നുള്ള അറബി വാക്കാണത്. അൽ മൈദാനു ഫസീഹുൻ. ഫസീഹുൻ എന്ന വാസിയുൻ. അൽ മൈദാനു വാസിയുൻ എന്നും പറയാം. ശരി. മുഗലഖുൻ അടക്കപ്പെട്ട. അൽ ബാബു മുഗലഖുൻ വാതിൽ അടക്കപ്പെട്ടതാണ്. മുസ്തഇലത്തുൻ ജ്വലിക്കുന്ന, കത്തിക്കുന്ന, കത്തുന്ന. അൽ മസാബിഹു മുസ്തഇലത്തുൻ വിളക്കുകൾ കത്തുന്നതാണ്. പിന്നെ
ഇവിടെ പിന്നെ തന്നിട്ടുണ്ട് സൂട്ടബിൾ ആയിട്ടുള്ള ഖബറുകളായി തന്നെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് മുമസ്സഖുൻ ദാബിലത്തുൻ ഫസീഹുൻ എന്നൊക്കെ അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൽ കൊടുത്തതായതുകൊണ്ട് അത് തന്നെ ഉപയോഗിക്കണം. ഫസീഹുൻ തന്നെ അൽ മൈദാൻ ഫസീഹുൻ കേട്ടോ. തന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ വാസിൻ എന്ന് ഉപയോഗിക്കാം. വാസിൻ ഫസീഹുൻ എന്ന് പറഞ്ഞാലും വിശാലമായതാണ്, വാസ്റ്റ്. അസ്സഹറത്തു ദാബിലത്തുൻ, അസ്സഹറത്തു പുഷ്പം, ദാബിലത്തുൻ എന്നുള്ള വാക്കുകളുണ്ട്, അതിനോട് സൂട്ടബിൾ ആയത് സഹറത്താണ്, പുഷ്പം വാടുന്നതാണ് അല്ലെങ്കിൽ വാടിയതാണ്. അന്നാറു മുസ്തഇലത്തുൻ, തീ ജ്വലിക്കുന്നതാണ്. അൽ ഖുത്നു മഹ്ലൂജുൻ, ഖുത്ന് പഞ്ഞി, കോട്ടൺ. മഹ്ജൂജാണ്, അതായത് കടഞ്ഞെടുത്തത്. അതിൽ നിന്ന് ഇപ്പോൾ പഞ്ഞി എന്ന് പറയുമ്പോൾ, കോട്ടൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ ഉണ്ടാവും. ആ കുരുവൊക്കെ കളഞ്ഞെടുക്കുന്നതിനാണ് പഞ്ഞി. അങ്ങനത്തെ പഞ്ഞിക്കാണ് മഹ്ലൂജായ പഞ്ഞിയാണ്. ഹല്ലാജിയ എന്ന് പറയും, കടഞ്ഞെടുക്കുക. കടഞ്ഞെടുക്കുക മലയാളത്തിൽ പറയാൻ തോന്നുന്നു. ഉദ്ദേശിക്കുന്നത് എന്തായാലും അതിൻ്റെ കുരുകളൊക്കെ നീക്കം ചെയ്യാം. അങ്ങനെ അത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇവിടെ മുസ്തഇലത്തിന് ഒരു വാക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രണ്ട് മുബത്തദുകളോടെ പറഞ്ഞു. അൽ മസാബീഹിൻ മുസ്തഇലത്താണ് ഉപയോഗിച്ചത്, പിന്നെ അന്നാർ എന്നുള്ളതിനും മുസ്തഇലത്ത് എന്നാണ് ഉപയോഗിച്ചത്, ജ്വലിക്കുന്ന. തംറീൻ 3. കവ്വിൻ സിത്ത ജുമലിൻ ഇസ്മിയത്തിൻ, 6 ഇസ്മിയായ ജുംലകൾ ഉണ്ടാക്കാൻ. ബി ഹൈസ് യകൂനുൽ മുബ്തദഉ ഫി കുല്ലി ജുംലത്തൈനി, ഓരോ 2 ജുംലയിലും മുബ്തദ ആകത്തക്ക വിധത്തിൽ. ബി ഹൈസ് പറഞ്ഞാൽ ആകത്തക്ക വിധത്തിൽ, ബി ഹൈസ് യകൂനു പറഞ്ഞാൽ ആകത്തക്ക വിധത്തിൽ. മറത്തം മിനൽ ഇൻസാനി, അപ്പോൾ ആ 2 ജുംല ഒരിക്കൽ ഇൻസാനിൽ നിന്നുള്ളതാണ്, മനുഷ്യന് ഏറ്റവും ബന്ധപ്പെട്ടതാണ്. മറത്തം മിനൽ ഹൈവാനി, ഒരിക്കൽ ഹൈവാനിൽ നിന്നുള്ളതാണ്. അപ്പോൾ 2 ജുംല മനുഷ്യനെ ആയിട്ട് ബന്ധപ്പെട്ട്, 2 ജുംല ഹൈവാൻ മൃഗമായിട്ട് ബന്ധപ്പെട്ടത്. സാലിസത്തം മിനൻ നബാത്ത്, പിന്നെ മൂന്നാമത്തത്, അതായത് പിന്നെ ആദ്യത്തെ 2 ഇൻസാനായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യനായിട്ട്, പിന്നത്തെ 2 ഹൈവാനായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ മൂന്നാമത്തെ 2 നബാത്തായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ താജിറു അമീനുൻ, മനുഷ്യനെ ബന്ധപ്പെട്ടാലേ താജിർ മനുഷ്യനല്ലേ, കച്ചവടക്കാരൻ വിശ്വസ്തനാണ്. അത്വാലിബു മുജ്തഹിദുൻ, വിദ്യാർത്ഥി പരിശ്രമിക്കുന്നവനാണ്, ഇജ്തിഹാദ് ചെയ്യുന്നവൻ, പരിശ്രമിക്കുന്നവൻ. മിനൽ ഹൈവാൻ, മൃഗങ്ങളിൽ നിന്നുള്ളത്. അൽ ഹിസ്വാനു കവിയുൻ, കുതിര ശക്തിയുള്ളതാണ്, കുതിര ശക്തിയുള്ളതാണ്, പവർഫുള്ളാണ്. അൽ കൽബു വഫിയുൻ, അൽ കൽബ് നായ, വഫിയുൻ ഓണസ്റ്റാണ്, വിശ്വസ്തനാണ്, മുഖലിസാണ്, ആത്മാർത്ഥതയുള്ളവനാണ്, എൻ്റെ യജമാനോട് കൂറുള്ളവനാണ്. വഫാദന പൂർത്തീകരിക്കാൻ നടത്തുന്നുണ്ട്. വഫിയ കോഴ്സ്, വാഫി വഫിയ എന്നൊക്കെ ഇപ്പം പത്രത്തിൽ ഇതൊക്കെ വായിക്കാറില്ലേ. അടുത്ത് മിനൻ നബാത്ത്, ചെടികളിൽ നിന്ന്. അന്നഹ്ലത്തു മുസ്മിറത്തുൻ, അന്നഹ്ലത്തു ഈത്തപ്പന, മുസ്മിറത്തുൻ ഫലം കായ്ക്കുന്നതാണ്. അഷ്ഷജറത്തു മുഖ്ദറത്തുൻ, അഷ്ഷജറത്തു മരം, മുഖ്ദറത്തുൻ പച്ചപ്പുള്ളതാണ്. ഹളിർ പച്ചപ്പുള്ള. ഹദറാവാത്ത് വെജിറ്റബിൾസ്, തംറീൻ 4. മയ്യിസിൽ ജുമലൽ ഫിഅലിയത്ത, ഫിഅലിയായ ജുംലകളെ വേർതിരിക്കുക, സെപ്പറേറ്റ് ചെയ്യാൻ. മിനൽ ജുമലിൽ ഇസ്മിയത്തി, ഇസ്മിയായ ജുംലകളിൽ നിന്ന്. വ അയ്യിനിൽ മുബ്തദ വൽ ഖബറ, എന്നിട്ട് എന്ത് ചെയ്യാം, മുബ്തദയിനെ ഖബറിനെ നിർണ്ണയിക്കണം. ഇസ്മിയ ജുംലയിൽ ആണ് മുബ്തദ ഖബർ ഉണ്ടാകുക കേട്ടോ. വൽ ഫിഅല വൽ ഫായില, ഫിഅലു ഫായിലിൻ്റെയും, അത് ഫിഅലിയ ജുംലല്ല ഉണ്ടാകുക അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം വേർതിരിക്കണം. എന്നിട്ട് മുബ്തദ ഇസ്മിയ ജുംലയിൽ മുബ്തദ ഖബർ ഏതെന്ന് പറയണം, ഫീലിയ ജുംലയിൽ ഫിഅലു ഫായിലു ഏതാന്ന് പറയണം. മനസ്സിലായില്ലേ, ഫിമായത്തി താഴെ തന്നിരിക്കുന്നതിൽ. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ജുംല ഏതാണെന്ന് ആദ്യം പറയേണ്ടത്. അൽ മാഉ റായിഖുൻ, വെള്ളം നല്ല ഫ്രഷ് ആണെന്നുള്ളതാണ് റായിഖ്. അപ്പോൾ അൽ മാഉ റായിഖുൻ എന്നുള്ള ജുംലത്തുൻ ഇസ്മിയ എഴുതണം ആദ്യം, ഒരു വരട്ടിട്ട് ജുംലത്തുൻ ഇസ്മിയ. അൽ മാഉ മുബ്തദ, റായിഖുൻ ഖബർ. അർത്ഥം അറിയില്ലെങ്കിൽ പോലും മനസ്സിലാവും കേട്ടോ. അടുത്ത് യസ്ഖുത്തുൽ ജിദാറു,
യസ്കുത്തു വീഴുന്നു അല്ലെ വീഴും, അൽ ജിദാറു മതിൽ, മതിൽ വീഴുന്നു, നിലംപതിക്കുന്നു. അപ്പോൾ യസ്കുത്തു അൽ ജിദാർ എന്നുള്ള എന്ത് ജുംലയാണ്? ജുംലത്തുൻ ഇസ്മിയാണോ ജുംലത്തുൻ ഫീലിയാണോ? ഫീലിയ. അതന്നെ. അപ്പോൾ ജുംലത്തുൻ ഫിഅലിയ. യസ്കുത്തു ഫിഅലി ആണ്, ഫാഇലി ജിദാർ, അൽ ജിദാർ എന്നുള്ളത് കേട്ടോ. ഇനി അൽ ബർദു ഖാരിസുൻ. അൽ ബർദു തണുപ്പ്, ശൈത്യം. ഖാരിസുൻ തീക്ഷ്ണമാണ്, ശക്തിയുള്ളതാണ്, ഷദീദാണ്. അപ്പോൾ ജുംലത്തുൻ ഇസ്മിയ. അൽ ബർദു മുബ്തദ, ഖാരിസുൻ ഖബർ. യുസ്രിജുൽ ഖാദിമു അൽ ഹിസ്വാന. യുസ്രിജു എന്ന് പറഞ്ഞാൽ സർജ് റെഡിയാക്കുക. സർജ് പറഞ്ഞാൽ സാഡിൽ, കുതിരപ്പുറത്ത് ഇരിക്കുമ്പം അതിനൊരു പീഠം ഉണ്ടാവും, മനസ്സിലല്ലേ? ആ പീഠം ഒരുക്കുന്നതിനാണ് യുസ്രിജു എന്ന് ഉദ്ദേശിക്കുന്നത്. സർജ് ഒരുക്കുക കുതിര. അപ്പം സേവകൻ കുതിരയെ തയ്യാറാക്കുന്നു യാത്രയ്ക്ക് വേണ്ടിയിട്ട്, കയറാൻ വേണ്ടിയിട്ട് എന്നർത്ഥം. അപ്പോൾ യുസ്രിജു അൽ ഖാദിമു അൽ ഹിസാന, അത് ഫിഅലിയ ജുംലയാണ്. അതിൽ യുസ്രിജു ഫിഅലി, അൽ ഖാദിമു ഫാഇലി, അൽ ഹിസാന മഫ്ഊലുൻ ബിഹി, അൽ മഫ്ഊലു ബിഹി. മനസ്സിലായില്ലേ? അസ്സുജാജു മക്സൂറുൻ, ഗ്ലാസ് പൊട്ടിയതാണ്. അസ്സുജാജു മക്സൂറുൻ, കസറാട പൊട്ടി. സ്ഫടികം, ഗ്ലാസ്, കുപ്പി എന്നൊക്കെ പറയാം. അപ്പോൾ അസ്സുജാജു മക്സൂറുൻ ജുംലത്തുൻ ഇസ്മിയാണ്. ഇസ്മ കൊണ്ടല്ലേ തുടങ്ങി, നാമം കൊണ്ട്. അപ്പോൾ അസ്സുജാജു പിന്നെ മുബ്തദ, മക്സൂർ ഖബർ. നേരത്തെ പറഞ്ഞ അൽ ബർദു ഖാരിസുൻ അല്ലേ? അൽ ബർദു മുബ്തദ, ഖാരിസുൻ ഖബർ. അൽ ഖിത്തു ജാഇഉൻ. അൽ ഖിത്തു പൂച്ച, ജാഇഉൻ വിശപ്പുള്ളവനാണ്. അപ്പോൾ അൽ ഖിത്തു ജാഇഉൻ ജുംലത്തുൻ ഇസ്മിയ. അൽ ഖിത്തു മുബ്തദ, ജാഇഉൻ ഖബർ. ഇനി അടുത്തത് ആറെണ്ണല്ല 7. ഇനി ബാക്കിയുണ്ടേ. ഏഴാമത്തതിൽ കാണുന്നില്ല. അപ്പം ഇത് നോക്കാം. 8 കൊടുത്തിരിക്കുന്നത് അന്നവാഫിദു മുഫത്തഹത്തുൻ. നാഫിദത്ത് എന്ന് പറഞ്ഞാൽ ജനലാണ്, വിൻഡോ. നവാഫിദ് എന്ന് പറയുമ്പോൾ വിൻഡോസ്, ജനലുകൾ തുറക്കപ്പെട്ടതാണ്. ജുംലത്തുൻ ഇസ്മിയ. അൽ മുബ്തദ, അൻ നവാഫിദ്, അൽ ഖബർ, അൽ മുഫത്തഹത്ത്. ജനൽ ഫല്ലാഹു അൽ ഖുത്ന ഫിഅലിയ ജുംലയാണ് അല്ലേ? ജുംലത്തുൻ ഫിഅലിയ. ജന ഇത് കൊയ്തു. അൽ ഫല്ലാഹ്, ഫല്ലാഹ് കർഷകൻ, ഫാമർ. ഖുത്ന, അൽ ഖുത്ന കോട്ടൺ. അപ്പോൾ ജന ഫിഅലി, അൽ ഫല്ലാഹു ഫാഇലി, അൽ ഖുത്ന മഫ്ഊലുൻ ബിഹി. തസ്ദഹിമുൽ മദീനത്തു ബിസ്സുക്കാനി. തസ്ദഹിമു ക്രൗഡി ആകുന്നു, അതായത് പിന്നെ തിരക്കുള്ളതാകുന്നു. അൽ മദീനത്തു പട്ടണം, സിറ്റി, നഗരം. ബിസ്സുക്കാനി താമസക്കാരെ കൊണ്ട്, അവിടെ റെസിഡൻസിനെ കൊണ്ട്. സുക്കാൻ മസ്കൻ എന്ന താമസ സ്ഥലമാണ്, വീട്. ശാന്തതയുള്ള സ്ഥലമാണ് മസ്കൻ. സക്കീനത്ത് ശാന്തത. വീടിന് മസ്കൻ എന്ന് പറയാൻ കാരണം എന്താ? അത് ശാന്തത ഉള്ള സ്ഥലമായിരിക്കണം, ചിമ്മിളിയല്ല. മനസ്സിലായില്ലേ? അവിടെ താമസിക്കുന്നവർ സുക്കാൻ കേട്ടോ. തസ്ദഹിമു ഫിഅലി, അൽ മദീനത്തു ഫാഇലി, ബിസ് സുക്കാനി എന്നുള്ള ജാറ് മജ്റൂർ. ബി എന്നുള്ള ജറിൻ്റെ ഹർഫാണ്. സുക്കാനി, സുക്കാന നല്ല സുക്കാനി, കസ്റത്ത് കൊണ്ട് ജറാണ്. ബി വന്നുകൊണ്ടാണ് ബിസ് സുക്കാനി. ബിസ്മി, ബിസ്മില്ലാഹി. ബിസ്മ എന്ന് പറയാൻ പറ്റില്ലല്ലോ, ജാറ് മജ്റൂറാണ്. മുതഅല്ലഖും ബിൽ ഫിഅൽ, ഫിഅലുമായി ബന്ധപ്പെട്ടത്. ഇനി അടുത്ത 11. യജൂലു താജിറു ഫിൽ ബലദി. യജൂലു കറങ്ങുന്നു, ചുറ്റുന്നു, റോന്ത് ചുറ്റുന്നു എന്നൊക്കെ പറയാം. അത്താജിറു കച്ചവടക്കാരൻ ഫിൽ ബലദി നാട്ടിൽ. അപ്പോൾ യജൂലു എന്നുള്ളത് അൽ ഫിഅൽ, അത്താജിറു അൽ ഫാഇൽ. പിന്നെ ഫിൽ ബലദി എന്നുള്ള ജാറ് മജ്റൂർ. ഫി ജറിൻ്റെ ഹർഫാണ്. ബലദി കസർത്ത് കൊണ്ട് ജറാണ്. ബലദി, ബലദ എന്ന് പറയില്ല അവിടെ, ഫി വന്നുകൊണ്ട്. അത് മുതഅല്ലഖും ബിൽ ഫിഅൽ, ഫിഅലുമായി കണക്റ്റഡ്. 12. യൻസിലുൽ മതറു മിനസ് സമാഇ. യൻസിലു വർഷിക്കുന്നു,
അൽ മത്തറു മഴ, മിനസ്സമായി ആകാശത്തിൽ നിന്ന്. ജുംലത്തുൻ ഫിഅലിയാണല്ലോ. അൽ ഫിഅലി യൻസിലു, ഫായില് അൽ മത്തറു, മിനസ്സമായി ജാർ മജ്റൂറാണ്. മിന എന്നുള്ള ജറിൻ്റെ ഹർഫാണ്. മിന, മിൻ എന്നാണ് ചേർത്ത് പറയും. മിനസ്സമായി, സമാ എന്നല്ല സമായി, സമാ ഒന്നും വായിക്കാൻ പറ്റില്ല. മിനസ്സമായി, അപ്പോൾ കസ്റത്ത് കൊണ്ട് ജറാണ്, മിൻ വന്നതുകൊണ്ടാണ് മുമ്പ്. അത് മുതഅല്ലഖും ബിൽ ഫിഅൽ, ഫിഅലുമായി ബന്ധപ്പെട്ടത്. തംരീൻ 5. ഹവ്വിലിൽ ജുമലൽ ഇസ്മിയത്ത ഇലാ ജുമലിൻ ഫിഅലിയത്തിൻ. ഇവിടെ കൊടുത്തിരിക്കുന്ന ജുംലത്തുൻ ഇസ്മിയായ ജുംലകളെ ഫിഅലിയായ ജുംലകളാക്കി ചേഞ്ച് ചെയ്യുക. ഹവ്വിൽ പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുക, മാറ്റുക. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ലാ ഹൗല ഒരു ചേഞ്ചുമില്ല, ഒരു മാറ്റവുമില്ല. വലാ ഖുവത്ത ഒരു ശക്തിയുമില്ല. ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അപ്പോൾ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ചേഞ്ച് വരുത്താൻ പറ്റില്ല. 1. അൽ വലദു നായിമുൻ, കുട്ടി ഉറങ്ങുന്നവനാണ്. അപ്പോൾ കുട്ടി ഉറങ്ങി എന്ന് പറഞ്ഞാൽ ജുംലത്തുൻ ഫിഅലിയായി. നാമൽ വലദു, അപ്പോൾ നായിമുൻ എന്നുള്ള ഇത് ഇസ്മു ഫായിലാണ്. നാമ എന്നുള്ള വാക്കിൽ നിന്നാണ് നായിമുൻ ഉറങ്ങുന്നവൻ. ഖാല പറഞ്ഞു, ഖായിലുൻ പറയുന്നവൻ, ഫഅല ചെയ്തു, ഫാഇലുൻ ചെയ്യുന്നവൻ, നസറ സഹായിച്ചു, നാസിറുൻ സഹായിക്കുന്നവൻ. അപ്പോൾ ഇവിടെ അൽ വലദു നായിമുൻ. അപ്പം നാമൽ വലദു ഫിഅൽ ആദ്യം പറയും. നാമ ഉറങ്ങി, വാലിയ ഫിഅലാണ്. അപ്പോൾ ജുംലത്തുൻ ഫിഅലിയായി. അൽ ബഹ്റു ഹായിജുൻ, സമുദ്രം തിരയടിക്കുന്നതാണ്. അപ്പം ഹാജൽ ബഹ്റു, സമുദ്രം തിരയടിച്ചു. അശ്ശംസു മുശ്രിഖത്തുൻ, സൂര്യൻ ഉദിക്കുന്നതാണ്. അപ്പോൾ അഷ്റഖത്ത് ശംസു. എന്താണ് അഷ്റഖത്ത് എന്ന് പറഞ്ഞത്? അഷ്റഖ എന്ന് പറയാതെ, അഷ്റഖ എന്ന് പറഞ്ഞാൽ മുദക്കറാണ്, മസ്കുലൈൻ ജെൻഡർ, പുല്ലിംഗാണ്. ഷംസ് സ്ത്രീലിംഗാണ്. അവസാനം താവ് വന്നില്ല എന്ന് വിചാരിച്ചിട്ട് താ വരുന്നത് മാത്രമല്ല സ്ത്രീലിംഗം, അല്ലാതെ ഉണ്ട്. ബദ്ർ എന്നുള്ളത് പുല്ലിംഗാണ്, ഷംസ് സ്ത്രീലിംഗാണ്, ബദ്ർ ചന്ദ്രൻ. അപ്പോൾ അഷ്റഖത്തി ഷംസു. നേരെ മറിച്ച് ബദ്രാണെങ്കിലോ, ബദ്ർ ആണെങ്കിൽ അഷ്റഖ എന്നായിരിക്കും ഉപയോഗിക്കുക. ത്വലഅൽ ബദ്റു, ത്വലഅൽ ബദ്റു അലൈന, ത്വലഅത്തിൽ ബദ്റു എന്ന് പറയില്ല. ശരി. അൽ കിതാബു നാഫിഉൻ, പുസ്തകം ഉപകാരപ്രദമാണ്. അപ്പോൾ നാഫിഉ എന്ന് പറഞ്ഞാൽ നഫഅ, ഉപകാരപ്പെട്ടു. നഫഅൽ കിതാബു, കിതാബ് ഉപകാരപ്പെട്ടു, ജുംലത്തുൻ ഫിഅലിയായി. അൽ ഹുജ്റത്തു മുദ്ലിമത്തുൻ, അൽ ഹുജ്റത്തു മുറി. അൽ ഉർഫത്തു എന്ന് പറഞ്ഞില്ലേ, ഉർഫത്ത് പറഞ്ഞാൽ മുറിയാണ്, റൂം. മുദ്ലിമത്തിന് ഇരുട്ടുള്ളതാണ്. അപ്പോൾ അദ്ലമത്തിൽ ഹുജ്റത്തു, അദ്ലമ ഇരുട്ടുള്ളതായി. അഫ്അല യഫ്അലു ഇഫ്ആലുൻ ഫഹു മുഫ്ഇലുൻ. അദ്ലമ യുദ്ലിമു ഇദ്ലാമുൻ ഫഹു മുദ്ലിമുൻ. ആ മുദ്ലിമാണ് ഇതിന് മുദ്ലിമത്ത്. മുദ്ലിമ് മസ്കുലൈൻ ജെൻഡർ, മുദക്കർ കേട്ടോ, പുല്ലിംഗം. മുദ്ലിമത്ത് ഫെമിനൈൻ ജെൻഡർ, അപ്പോൾ മുഅന്നസ് സ്ത്രീലിംഗം. മനസ്സിലായില്ലേ? അപ്പോൾ അദ്ലമത്ത് എന്ന് പറയാൻ കാരണം എന്താ? ഹുജ്റത്ത് സ്ത്രീലിംഗാണ്. നേരത്തെ ഷംസ് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് അഷ്റഖത്ത് എന്ന് പറഞ്ഞത്. അതേപോലെ അദ്ലമത്തിൽ ഹുജ്റത്തു. അൽ മത്തറു കസീറുൻ, മഴ ധാരാളമാണ്. അപ്പോൾ കസുറൽ മത്തറു, മഴ ധാരാളമായി. കസുറ, കസീറുൻ ധാരാളമുള്ള. തംരീൻ 6. ഹവ്വിലിൽ ജുമലൽ ഫിഅലിയത്തൽ ആതിയത ഇലാ ജുമലിൻ ഇസ്മിയത്തിൻ. ജുംലത്തുൽ ഫിഅലിയ അവിടെ കൊടുത്തിട്ടുണ്ട്. ജുംല ഫിഅലിയായ ജുംലകൾ അതിനൊക്കെ ഇസ്മിയായ ജുംലയാക്കി മാറ്റാനാണ്. തിരിച്ച് നേരത്തെ പറഞ്ഞത് തിരിച്ച്. ദ്വാഅൽ മിഫ്താഹു, മിഫ്താഹ് താക്കോൽ കളഞ്ഞു, താക്കോൽ നഷ്ടപ്പെട്ടു, ലോസ്റ്റ്. കീ ഇസ് ലോസ്റ്റ്. അൽ മിഫ്താഹു ദ്വാഇഉൻ, കീ മിസ്സിംഗ് ആണ്, നഷ്ടപ്പെട്ടതാണ്. ദ്വാഇഉൻ. നാമ നായിമുൻ, ദ്വാഇഉൻ. ഹജ ഹായിജുൻ. അസ്റഅൽ ഖിതാറു, തീവണ്ടി സ്പീഡ് കൂടി. അൽ ഖിതാറു സരീഉൻ, തീവണ്ടി വേഗതയുള്ളതാണ്. സാദൻ നീലു, നൈൽ നദി അധികരിച്ചു എന്നതിന് അർത്ഥം. അവിടെ ഉദ്ദേശിക്കുന്നത് വെള്ളം വർദ്ധിച്ചു എന്നാണ് നൈൽ നദിയിൽ. അപ്പോൾ അന്നീലു സായിദുൻ, സാദ സായിദുൻ. യുസ്മിറുൽ ബുസ്താൻ, ഗാർഡൻ, ബുസ്താൻ
കായ്ക്കുന്നു. അൽ ബുസ്താനു മുസ്മിറുൻ. യുഹരിദു ത്വാഇറു. ത്വാഇർ പക്ഷി, പക്ഷി കുറുകുന്നു, അല്ലെങ്കിൽ പക്ഷി ശബ്ദം എന്ന് ചിലക്കുന്നു, പക്ഷി ചിലക്കുന്നു. അത്വാഇറു മുഹറിദുൻ, പക്ഷി ചിലക്കുന്നതാണ്, ചിലക്കുന്നത് ആണ്. യുദീഉൽ മിസ്ബാഹു, വിളക്ക് പ്രകാശിക്കുന്നു. അൽ മിസ്ബാഹു മുദീഉൻ, വിളക്ക് പ്രകാശിക്കുന്നതാണ്. തംരീൻ 7 ഫിൽ ഇൻഷാ, ഉണ്ടാക്കാന്നാണ് ഇൻഷാ പറഞ്ഞത്. അജിബ് അനിൽ അസ്ഇലത്തി ബിജുമലിൻ താമ്മത്തിൻ, ചോദ്യങ്ങൾക്ക് പൂർണ്ണമായ ജുംലയിൽ ഉത്തരം നൽകുക. വബയ്യിൻ നൗഅ കുല്ലി ജുംലത്തിൻ, ഓരോ ജുംലയുടെയും എല്ലാ ജുംലയുടെയും ഇനം വിവരിക്കുകയും ചെയ്യാം. ഇനം പറഞ്ഞാൽ ഇവിടെ ജുംലത്തുൻ ഫിഅലിയാണോ ജുംലത്തുൻ ഇസ്മിയാണോ? ചോദ്യത്തിന് ഉത്തരം നമ്മൾ പറയണം അല്ലെ അറബിയിൽ. ആ ജുംല എന്താകണം? ഫിഅലിയാണോ ഇസ്മിയാണോ അതും നമ്മൾ പറയണം. മാ ഷക്കുലുൽ ബുർത്തുക്കാലിയത്തി, ബുർത്തുക്കാലത്തി, ബുർത്തുക്കാലത്ത് ഓറഞ്ച്, ഓറഞ്ചിൻ്റെ രൂപം എന്താണ്? അപ്പോൾ ഉത്തരം എന്തായിരിക്കും? ഷക്കുലുൽ ബുർത്തുക്കാലത്തിയാണ് തുടങ്ങേണ്ടി. ഓറഞ്ചിൻ്റെ രൂപം, ഫോം, ഷക്കുൽ ഷേപ്പ്, രോം. മുസ്തദീറുൻ, മുസ്തദീർ ഉരുണ്ടത്, കുറത്ത് ഉരുണ്ടത് പറഞ്ഞേ, ഓറഞ്ച് ഉരുണ്ടതിനെയല്ലേ. അപ്പോൾ ഷക്കുലുൽ ബുർത്തുക്കാലത്തിൽ നിന്ന് അതിലുണ്ട്. പിന്നെ ഉരുണ്ടത് എന്നുള്ള വാക്കിനുള്ള സംഭവം നമ്മൾക്ക് അറിയണം. മുസ്തദീറുൻ. അപ്പോൾ ഷക്കുലുൽ ബുർത്തുക്കാലത്തി മുസ്തദീറുൻ. അപ്പോൾ മാ ഷക്കുലുൽ അർദി എന്ന് പറഞ്ഞാലോ ഭൂമിയുടെ ഷക്കുൽ എന്താണ്? ഷക്കുലുൽ അർദി മുസ്തദീറുൻ. ശരി. അത് ജുംലത്തുൻ ഇസ്മിയാണ്, നമ്മൾ പറയണം, എഴുതണം. മാ ലൗനുഹ, അതിൻ്റെ നിറം എന്താണ്? അതായത് ബുർത്തുക്കാലിൻ്റെ, നല്ല ചോദ്യം, അതിന് തുടർച്ചയാണ്. അപ്പോൾ ലൗനുഹ, അതിൻ്റെ നിറം, അത് ഇതിലുണ്ട്, ചോദ്യത്തിലുണ്ട്. ലൗനുഹ, അതിൻ്റെ നിറം എന്താണ്? ബുർത്തുക്കാലിയുൻ, ബുർത്തുക്കാലിയാണ്. ഓറഞ്ചിൻ്റെ നിറം ഓറഞ്ചല്ലേ? ഓറഞ്ചിന് പറഞ്ഞ ഒരു നിറം, അതിൻ്റെ നിറത്തിനും ഓറഞ്ച് തന്നെയല്ലേ പറയാം. ഓറഞ്ചിന് ഓറഞ്ച് എന്ന് പറയും, ഓറഞ്ചിൻ്റെ നിറത്തിന് ഓറഞ്ച് എന്ന് പറയും ഇംഗ്ലീഷിൽ. മലയാളത്തിൽ അങ്ങനെ തന്നെ പറയും അല്ലേ? മലയാളത്തിൽ വേറെ വാക്കിട്ട് എനിക്കറിയില്ല. പക്ഷെ അറബിയിലാകുമ്പം ഓറഞ്ചിന് ബുർത്തുക്കാലി എന്ന് പറയും, ഓറഞ്ച് കളറിന് ബുർത്തുക്കാലിയു എന്ന് പറയും. ഒരു യാ കൂടും, നിസ്ബത്തിൻ്റെ യാ എന്ന് പറയും. അടുത്ത അനാഇമത്തുൻ ഹിയ അം ഖശിനത്തുൻ. അനാഇമത്തുൻ, അതാണോ ഇതാണോ? ആണോ? അനാഇമത്തുൻ സോഫ്റ്റ് ആണോ? ഹിയ അത്. അം ഖശിനത്തുൻ, അതോ ഖശിനത്താണോ റഫാണോ? സോഫ്റ്റ് ആണോ റഫാണോ? അത് സോഫ്റ്റ് ആണോ റഫാണോ? അതാണ് ചോദ്യം. അപ്പോൾ ഹിയ നാഇമത്തുൻ, അത് സോഫ്റ്റ് ആണ്. ജുംലത്തുൻ ഇസ്മിയ, അതെന്ന് പറഞ്ഞാൽ ഹിയ എന്ന് പറയുന്ന ഇസ്മാണല്ലോ, വമീറാണെങ്കിൽ ഇസ്മാണല്ലോ, അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു നാമല്ലേ. ഹൽ അകൽത ബുർത്തുക്കാലത്തൻ, താങ്കൾ ബുർത്തുക്കാലത്ത് ഓറഞ്ച് തിന്നിട്ടുണ്ടോ? അപ്പം ഉണ്ട്. ഞാൻ, അതെ, യെസ് ഓർ നോ ആണ് ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അത് മതി ശരിക്ക്. പക്ഷെ ഇവിടെ നമ്മൾ പൂർണ്ണം സെൻറ്റൻസ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അക്കൽത്തു ബുർത്തുക്കാലത്തൻ, അക്കൽത്തു ഞാൻ തിന്നിട്ടുണ്ട്, ബുർത്തുക്കാലത്തൻ ബുർത്തുക്കാലിനെ, ഓറഞ്ച് ഞാൻ ഓറഞ്ച് തിന്നിട്ടുണ്ട്. ജുംലത്തുൻ ഫിഅലിയ, അക്കൽത്തു എന്നല്ലേ തുടങ്ങണത്. അക്കൽത്തു എന്ന് പറഞ്ഞാൽ ഞാൻ തിന്നു. അക്കല പറഞ്ഞാൽ അവൻ തിന്നു. അക്കല എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേര് തിന്നു. അക്കലു പറഞ്ഞാൽ രണ്ടിലധികം ആൾക്കാർ. അറബിയിൽ ദ്വിവചനമുണ്ട്. അക്കലത്ത് അവൾ തിന്നു. അക്കലത്ത അവർ രണ്ട് സ്ത്രീകൾ തിന്നു. അക്കൽത്തുന്ന അവർ കുറേ സ്ത്രീകൾ, രണ്ടിലധികം സ്ത്രീകളുണ്ടെങ്കിൽ. അക്കൽത്ത നീ തിന്നു. അക്കൽത്തുമാ നിങ്ങൾ രണ്ടുപേരും തിന്നു. അക്കൽത്തും നിങ്ങൾ കൂടുതൽ ആൾ തിന്നു, രണ്ടിൽ കൂടുതൽ. അക്കൽത്തി നീ ഒരു സ്ത്രീ തിന്നു. അക്കൽത്തുമാ നിങ്ങൾ രണ്ട് സ്ത്രീകൾ തിന്നു. അക്കൽത്തുന്ന കുറേ സ്ത്രീകൾ. അക്കൽത്തു ഞാൻ തിന്നു, കണ്ടാ, ഞാൻ തിന്നു. അക്കൽന ഞങ്ങൾ തിന്നു. ഫാല സൊറഫാക്കുന്നതാണ്. ഫാല ഫാലു ഫാരത്ത് ഫാരത്ത ഫാലിന, ആ സൊറഫ് വേറെ പഠിക്കും ഇൻഷാ അല്ലാഹ്. അടുത്ത് 5. കൈഫ വജത്ത തൊഅമഹ, അതിൻ്റെ രുചി താങ്കൾ എങ്ങനെ ഫീൽ ചെയ്തു? എങ്ങനെ എത്തിയതാണ് വജത, എങ്ങനെ കിട്ടി, എങ്ങനെയാണ് തോന്നിയത്, ഫീൽ ചെയ്തു. വജത്തു തൊഅമഹ ലദീദൻ, വജത്തു എനിക്ക് ഫീൽ ചെയ്തു. തൊഅമഹ അതിൻ്റെ രുചി, ലദീദൻ ആസ്വാദ്യകരമായി, നല്ല രസമുണ്ട്.
വജദത്തു എന്നാണ്, വജദത്തു. അപ്പം പറയുമ്പോൾ വജത്തു ദാലിനെ താക്ക് ഇദ്ഗാം ചെയ്തിട്ട് പറയാറ്. അടുത്ത് ബികം തസ്തരി അൽ ബുർത്തുക്കാലത്ത, നീ ബുർത്തുക്കാല് ഓറഞ്ച് വാങ്ങുന്നത് എത്ര രൂപക്കാണ്, എത്രക്കാണെന്ന് പറഞ്ഞാൽ എത്ര രൂപക്കാന്നുള്ള അർത്ഥത്തിൽ. അഷ്തരിഹ ബി റൂബിയത്തൈനി, അപ്പോൾ വജത്തു ത്വാമഹ ലദീദ് ജുംലത്തുൻ ഫീലിയാണ് കേട്ടോ. അഷ്തരിഹ ഞാൻ വാങ്ങുന്നു, ഞാൻ അത് വാങ്ങുന്നു, ബി റൂബിയത്തൈനി 2 രൂപ ഉണ്ട്. അപ്പോൾ ജുംലത്തുൻ ഫിഅലിയ.